ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഗ്രൂപ്പ്സിനെ കുറിച്ചാണ്. ഗ്രൂപ്പ്സ് എന്നാൽ എന്താണ്? രണ്ട് വ്യക്തികൾ, ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടം, അവിടെ നമുക്കതൊരു ഗ്രൂപ്പ് എന്ന് പറയാം. പക്ഷെ അവർ ഒരുമിച്ച് കൂടുന്നത് ഒരു കോമൺ പർപ്പസിന് വേണ്ടിയായിരിക്കണം. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ജനിക്കുമ്പോൾ മുതൽ നമ്മളെല്ലാവരും തന്നെ ഓരോ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകം തന്നെയാണ്. നമ്മുടെ ഫാമിലി ഒരു ഗ്രൂപ്പാണ്, നമ്മുടെ മതം ഒരു ഗ്രൂപ്പാണ്, നമ്മളായിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി, നമ്മൾ പോകുന്ന സ്കൂൾ, അങ്ങനെ എല്ലായിടത്തും നമുക്ക് ഗ്രൂപ്പിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. മനുഷ്യരെല്ലാവരും നിലനിൽക്കുന്നത് ഗ്രൂപ്പിലാണ്. ഇപ്പോൾ നമ്മൾ അനിമൽസിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അനിമൽസും പലപ്പോഴും പോകുന്നത് ഗ്രൂപ്പായിട്ടായിരിക്കും. ഉറുമ്പിൻ്റെ കൂട്ടം, ആനയുടെ കൂട്ടം, അല്ലെങ്കിൽ അങ്ങനെ പല മൃഗങ്ങളുടെ കൂട്ടങ്ങൾ, അങ്ങനെ പല കൂട്ടങ്ങളായിട്ടാണ്, ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മളെല്ലാവരെയും കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് എന്താണ് ഗ്രൂപ്പ്സ്. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻസ്പയർഡ് സോൾസ്. ഓക്കെ, എന്താണ് ഗ്രൂപ്പ്? ഗ്രൂപ്പ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ അല്ലെങ്കിൽ മോർ ദാൻ 2 പേഴ്സൺസ് കൂട്ടമാണ്. അത് അവർ ഒരുമിച്ച് വരുന്നത് അവർ കോമൺ ഗോൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കോമൺ ഗോൾ സാധിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ അവർ ചിലപ്പോൾ നിലനിൽക്കാം, ചിലപ്പോൾ നിലനിൽക്കുന്നില്ലായിരിക്കാം. ചില ഗ്രൂപ്പുകളിൽ അവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത മെമ്പർഷിപ്പാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഫാമിലി എടുക്കുകയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഫാമിലിയിൽ നിന്ന് വെളിയിൽ പോകാനാവില്ല. കാരണം ബൈ ബർത്ത് അദ്ദേഹം ആ ഫാമിലിയിലെ മെമ്പറാണ്. അതുകൊണ്ട് തന്നെ ഫാമിലിയെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൈമറി ഗ്രൂപ്പ് എന്ന് വിളിക്കാം. മതത്തെ ബൈ ബർത്ത് ഒരു വ്യക്തി അതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അതിനെയും വേണമെങ്കിൽ ഒരു പ്രൈമറി ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. മറ്റു ഗ്രൂപ്പുകൾ, പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ സ്കൂൾസ്, അതൊക്കെ വ്യക്തികളുടെ താല്പര്യമനുസരിച്ച് അവർക്ക് മാറാവുന്ന ഗ്രൂപ്പ്സ് ആയതുകൊണ്ട് അതിനെ നമുക്ക് സെക്കൻഡറി ഗ്രൂപ്പ്സ് എന്ന് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തിനാണ് ആളുകൾ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ്? അതിൻ്റെ ആവശ്യകത എന്താണ്? അതിന് പല റീസൺസ് ആണുള്ളത്. സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഇന്ന ഗ്രൂപ്പിൽ ഞാൻ മെമ്പറാണ് എന്ന് പറയുന്നത് വഴി എനിക്ക് സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ്, ഒരു നിലയും വിലയും കിട്ടുന്നു എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഇന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് വരുന്നു, ഇന്ന ഫാമിലിയിൽ നിന്ന് വരുന്നു, അതെനിക്ക് സമൂഹത്തിൽ ഒരു റെസ്പെക്റ്റ് തരും. പിന്നെ വരുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഞാൻ ഇന്ന സ്ഥലത്തു നിന്ന് വരുന്നു, ഇന്ന ആളുടെ മകനാണ് എന്നുള്ളത് എനിക്കൊരു സേഫ്റ്റി തരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി കിട്ടുന്നു, സേഫ്റ്റി കിട്ടുന്നു, ഒരു ഗ്രൂപ്പിൽ സ്റ്റാറ്റസ് കിട്ടുന്നു. അതൊക്കെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ ഗ്രൂപ്പിലൂടെ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ഒരു പഠിക്കുന്ന ഗ്രൂപ്പാണെങ്കിൽ ഒരു എന്താ പറയുക, 3-4 കുട്ടികൾ ഒരുമിച്ച് നിന്ന് കമ്പൈൻ സ്റ്റഡി നടക്കുന്നത് വഴിയായിട്ട് അവർ മറ്റൊരാൾക്ക് അറിയാവുന്ന കാര്യം അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതുവഴി അത് അദ്ദേഹത്തിന് പഠിക്കാനും മറ്റൊരു വ്യക്തിയിൽ നിന്ന് അറിവ് നേടാനും ആ ഗ്രൂപ്പ് വഴി അതിൽ നിന്ന് പ്രോഫിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഗ്രൂപ്പിൽ ചേരുന്നത് വഴിയായിട്ടുള്ള വളരെയധികം പ്രത്യേകതകൾ. ഈ കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ ഒരു ഗ്രൂപ്പിൽ അംഗമായിട്ടൊക്കെ തീരുന്നത്. പിന്നീട് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് നിലകൊള്ളുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു വരുന്നത് എന്നുള്ളതാണ് അടുത്ത കാര്യം. അതിന് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജാണ്. ആദ്യത്തെ സ്റ്റേജിൽ ആളുകൾക്ക് പലപ്പോഴും പരസ്പരം അറിഞ്ഞുകൂടാ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ലേബർ യൂണിയനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ അവർക്ക് അവരെ തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ പരസ്പരം അറിയാത്ത ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് അവർ പിന്നീട് ഒരു ഹൈറാർക്കി ആയിട്ട് മാറുന്നു. അതിന് ഒരു ലീഡറെ കണ്ടെത്തുന്നു, ഒരു ഫങ്ഷനിങ് ലെവലിലേക്ക് അത് പിന്നീട് വരുന്നു. ആ ഒരു ലീഡറായിരിക്കും അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പിന്നീട് അതിനൊരു എന്താ പറയുക, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നിയമാവലി വരുന്നു. ആ നിയമാവലി അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. അങ്ങനെ അത് എല്ലാവർക്കും ബാധകമാകുന്നു. അത് ഫോളോ ചെയ്യാത്തവരെ ഗ്രൂപ്പിൽ നിന്ന് ഔട്ടാക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഗ്രൂപ്പ് നിലകൊള്ളുന്നു. അതിനുശേഷം അത് ഫുൾ ഫങ്ഷനിങ് സ്റ്റേജിലേക്ക് വരികയും അവരുടെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യുന്നു. ലക്ഷ്യങ്ങൾ സാധിച്ചെടുത്തതിന് ശേഷം ചിലപ്പോൾ ഗ്രൂപ്പുകൾ ഡിസ്മാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രൂപ്പുകൾ നിലകൊള്ളാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ട്. ഫാമിലിനെ നമുക്ക് ഒരിക്കലും ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് പുറത്താവാൻ പറ്റാത്തതാണ്. ബൈ ബർത്ത് നമ്മൾ അതിൻ്റെ മെമ്പർ ആയതുകൊണ്ടാണ് നമുക്കതിൽ നിന്ന് മാറാനാവാതിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ഗ്രൂപ്പ്സാണ് നമ്മുടെ ഇതിൽ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഒരു സാധാരണ ഓഡിയൻസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? അതാണ് അടുത്ത കാര്യം. ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് പല വ്യക്തികൾ ഒരു കോമൺ ഇൻട്രസ്റ്റ് കൊണ്ട് വന്നു നിൽക്കുന്ന ആളുകളെയാണ് വ്യക്തികൾ. ഇപ്പോൾ ക്രിക്കറ്റിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ ആളുകൾ ഒരുമിച്ച് വന്നു നിൽക്കുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഓഡിയൻസ് എന്ന് പറയാം. പക്ഷേ
ഒരു ഗ്രൂപ്പിൽ ആളുകൾ പരസ്പരം ഇൻ്റർഡിപ്പെൻഡൻറ്റ്, അവർ പരസ്പരം അറിഞ്ഞിരിക്കും. പക്ഷേ ഓഡിയൻസിൽ അവർ പരസ്പരം അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ അവരവരുടെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ ഗ്രൂപ്പിൽ അവർ പരസ്പരം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നു. സോ നമ്മൾ എന്തൊക്കെ ഗ്രൂപ്പിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഏതൊക്കെ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ചിന്തിച്ച് നോക്കാം. സോ താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.